സ്വർഗത്തിന്റെ കവാടം തുറന്ന് കാണാൻ പോന്ന പോക്കാണ് ഇത്. പകുതി വഴി പോലും ആയില്ല, അതിനു മുമ്പേ എനിക്ക് പണി കിട്ടി. ഇതാണ് കരീബിയൻ കൺട്രിയായ സെന്റ് ലൂഷ്യയിലെ ടെഡ് പോള്. സ്വർഗത്തിലെ കവാടം എന്നാണ് അറിയപ്പെടുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. കരീബിയൻ മലയാളിയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഹൈക്കിങ്ങിന് വേണ്ടി പോകുന്നത്. അത്യാവശ്യം നല്ലതുപോലെ നടക്കാനുണ്ട്. ഇതൊരു നല്ല എക്സസൈസ് കൂടിയാണ്. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് വയനാടാണ്. അത്യാവശ്യം ചെറിയൊരു തണുപ്പും ഒരു കോടയിറങ്ങിയ സ്ഥലവും പിന്നെ ഈ ഓഫ് റോഡും ചെറിയ കുന്നുകളൊക്കെ കാണുമ്പം ശരിക്കും വയനാടാണ് സെന്റ് ലൂഷ്യ എന്ന് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് എത്തി. ആദ്യം വന്നവർക്ക് ഗൈഡ് ഇൻട്രോ ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം ഗൈഡിനൊന്നും എടുത്തിട്ടില്ല. അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ ഹൈക്കിങ് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ മടി കൂടപ്പറപ്പായ എനിക്ക് അത്യാവശ്യം നല്ല പോലെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഈ കൂണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പറിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് തിന്നാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ വ്യൂ പോയിന്റിലേക്ക് എത്തിയേ. ആഹാ, എന്താ രസം! ഈ കാണുന്ന മലകളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിപർവ്വതം പൊട്ടി ഉണ്ടായതാണ്. അവിടെ നിന്ന് ആൾത്താമസവും ഇല്ല. പക്ഷേ ഈ താഴെ കാണുന്ന ഭാഗം, അവിടെ നിന്നാണ് നമ്മൾ മുകളിലോട്ട് കയറി വന്നത്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വില്ലേജ്. ഇതിന് ചുറ്റും കടലാണ്. സെന്റ് ലൂഷ്യ എന്ന് പറയുന്നത് അത്രമാത്രം വികസിത രാജ്യമൊന്നും അല്ല കേട്ടോ. ഇവിടെ വികസനങ്ങൾ ഉണ്ടായാൽ തന്നെ അത് പ്രകൃതിക്ക് ഒരു ദോഷവും വരാത്ത രീതിയിലുള്ളതും മാക്സിമം പ്രകൃതിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു രാജ്യം കൂടിയാണ് സെന്റ് ലൂഷ്യ. ഇനി നമ്മൾ രണ്ടാമത്തെ വ്യൂ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇതാണ് ശരിക്കും സ്വർഗത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത്. ഞാൻ അത്യാവശ്യം നല്ലപോലെ ടയേർഡായിട്ടുണ്ട്. കാരണം എൻ്റെ കാലിൻ്റെ മസിലൊക്കെ ചെറിയ പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഞാൻ എഴഞ്ഞും ഇരുന്നും നിന്നും എങ്ങനെയൊക്കെയോ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയേ. ഈ ബോർഡ് കണ്ടോ, സ്റ്റേവേ ടു ഹെവൻ. ഇതാണ് സ്വർഗത്തിൻ്റെ കവാടം. അയ്യോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഈ ഒരു കാഴ്ച കൊണ്ട് എൻ്റെ ടയർഡ്നെസ് ഒക്കെ എതിലേ പോയെന്ന് എനിക്കറിയത്തില്ല. നല്ല അടിപൊളി ഒരു മഴവില്ലും. ഇതിൻ്റെ സൗന്ദര്യം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നേക്കാളും കൂടുതൽ ഇത് നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിനെസ് നമുക്ക് കിട്ടുന്നത്. നല്ല തണുത്ത കാറ്റും കൂടി ആയപ്പം എന്താ ഒരു ഫീലിങ്സ് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. സൂപ്പർമാൻ സെക്കൻഡിൻ്റെ ഷൂട്ടിങ് ഇവിടെ വെച്ചായിരുന്നു കേട്ടോ നടന്നത്. ഈ കാണുന്ന കുന്ന് അഗ്നിപർവ്വതം പൊട്ടി ഉണ്ടായതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ നിന്ന്. ഇവിടെ ഒരു ബിയറിൻ്റെ സ്റ്റോറി കൂടിയുണ്ട്. ഈ പിത്തോൺ വ്യൂവിൽ നിന്നുണ്ടായ ബിയറാണ് പിത്തോൺ ബിയർ. ഇത് കരീബിയൻസിൽ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. കരീബിയൻസിൽ വരുന്നവരാരും പിത്തോൺ ബിയർ ഒന്ന് ടേസ്റ്റ് ചെയ്യാതെ പോകാറില്ല. വരുന്നവർക്ക് കഴിക്കാനാണോ എന്നറിയത്തില്ല. എന്തായാലും ഒരു വാഴക്കുല ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് മുമ്പേ വന്നവരൊക്കെ റെസ്റ്റ് എടുക്കുവാണ്. അങ്ങനെ നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അത്യാവശ്യം നല്ല മഴയാണ്. ഇവിടുത്തെ മഴ ഒത്തിരി നേരം ഉണ്ടാകത്തില്ല, ഒരു 5-10 മിനിറ്റ്. നല്ല വിശപ്പ്. ഇനി ഒന്നും നോക്കണ്ട, ഒരു പഴം കഴിച്ചേക്കാം. രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇപ്പോൾ സമയം 9:30 ഞാനിവിടെ ഇരിക്കുമ്പോൾ ആലോചിക്കുന്നത് പ്രകൃതി എന്തെല്ലാം കാര്യങ്ങളാണ് കാണാൻ വേണ്ടി നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞാൻ കൂടുതലും മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനും മനുഷ്യനിർമ്മിതികൾ കാണാനാണ് കൂടുതലും ഇഷ്ടപ്പെട്ടിരുന്നത്. ഇന്ന് ആ ഇഷ്ടത്തിന് എവിടെയോ ഒരു മാറ്റം വന്നതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയത്. ഇത് സെന്റ് ലൂഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. ഷുഗർ ബീച്ച് എന്ന് പറയും. ഇവിടെ എവിടെ നോക്കിയാലും റിസോർട്ടുകളാണ്. അതുകൊണ്ട് തന്നെ റിസോർട്ട് സംബന്ധമായ ജോലികൾക്ക് ഇവിടെ ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കലിന് നല്ല ഒരു സ്കോപ്പാണ് ഇവിടെ ഉള്ളത്. ഡോക്ടേഴ്സ്, ഫാർമസിസ്റ്റ്, ഡെൻറ്റിസ്റ്റ്, നേഴ്സുമാർക്ക് കരീബിയൻസിലെ ജോലി സാധ്യതകളെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ വരും ദിവസങ്ങളിൽ ചെയ്യാമേ. അങ്ങനെ ഞങ്ങൾ സ്വർഗത്തിലെ കവാടമൊക്കെ കണ്ട് നല്ലൊരു എക്സസൈസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മല തിരിച്ചിറങ്ങുവാണ്. ആക്ച്വലി ഇതൊരു ചെറിയ ഹൈക്കിംഗ് ആണ്, പക്ഷെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കൂടെ കിട്ടി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കാറ് പാർക്ക് ചെയ്യുന്നിടത്തേക്ക് എത്തി. ഇപ്പോൾ സമയം 10:30. നമ്മൾ വന്നപ്പോൾ 1-2 വണ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങി. അപ്പോൾ കരീബിയനിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.